നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. തിരഞ്ഞെടുപ്പിനൊരുങ്ങി കേരളം. ഘടകകക്ഷികളുടെ അവകാശവാദങ്ങൾ തുടരുന്നതിനിടെ 82 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കി കോൺഗ്രസ്. മുഴുവൻ സിറ്റിംഗ് MLAമാരും സാധ്യതാ പട്ടികയിൽ. എന്നാൽ എല്ലാവരും മത്സരിക്കേണ്ടതില്ലെന്ന് തിരഞ്ഞെടുപ്പ് സമിതിയിൽ VM സുധീരൻ. ഇതിനുവേണ്ട മാനദണ്ഡങ്ങൾ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും KPCC പ്രസിഡന്റ്. പുതുപ്പള്ളി, ഹരിപ്പാട്, അരുവിക്കര, മാനന്തവാടി മണ്ഡലങ്ങളിൽ ഒറ്റപ്പേര് മാത്രം. പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നത് തിങ്കളാഴ്ച നടക്കുന്ന ഹൈക്കമാൻഡ് ചർച്ചയ്ക്കു ശേഷം. അതേസമയം ഘടകകക്ഷികളുമായുള്ള സീറ്റു ചർച്ചകൾ വരും ദിവസങ്ങളിലും തുടരും. JDUവുമായി ഇന്നു നടന്ന ധാരണാ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ഒരു സീറ്റ് പോലും വെച്ചുമാറാനാകില്ലെന്ന് കോൺഗ്രസ്. നിലപാട് കടുപ്പിച്ചതോടെ 7 സീറ്റുകളും എടുത്തുകൊള്ളാൻ കോൺഗ്രസിനോട് JDU. പ്രാദേശിക ഘടകങ്ങളുടെ എതിർപ്പുകളിൽ മുഖം തിരിച്ച് CPM സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമാകുന്നു. കൊല്ലത്ത് മുകേഷിന്റെയും ആറന്മുളയിൽ വീണ ജോർജിന്റെയും സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനം. MV നികേഷ് കുമാറിന് അഴീക്കോട് നൽകാൻ ധാരണ. പാർട്ടി ചിഹ്നം നൽകുന്ന കാര്യത്തിൽ പിന്നീട് തീരുമാനം. അതിനിടെ തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനില്ലെന്ന് CM ദിനേശ് മണി. നിലപാട് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. ദിനേശ് മണി പിന്മാറിയതോടെ DYFI സംസ്ഥാന സെക്രട്ടറി M സ്വരാജിനെ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നു. തർക്കങ്ങൾ തുടരുമ്പോഴും മലമ്പുഴയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ട് VS അച്യുതാനന്ദൻ. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതോടെ പ്രശ്നങ്ങൾ അവസാനിക്കും. കേരളത്തിൽ ഇടതു തരംഗം ഉണ്ടാകുമെന്നും പ്രഖ്യാപനം. BJPയിൽ അഭ്യൂഹങ്ങൾ മാറിമറിഞ്ഞ തിരുവനന്തപുരം സീറ്റിൽ ശ്രീ പത്മനാഭന്റെ തുണതേടി ശ്രീ. ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ഉൾപ്പെടെ 51 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പാർട്ടി കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയുടെ അംഗീകാരം. ശ്രീക്ക് BJP അംഗത്വം നൽകിയത് ഇന്നലെ. ശ്രീശാന്ത് നോട്ടമിട്ടിരുന്ന തൃപ്പൂണിത്തുറ സീറ്റിൽ പ്രൊഫസർ തുറവൂർ വിശ്വംഭരൻ. തലസ്ഥാനത്ത് ശ്രീക്ക് മത്സരത്തിന് ക്രീസ് ഒരുങ്ങിയത് സൂപ്പർ താരം സുരേഷ് ഗോപി തിരുവനന്തപുരം സീറ്റിനോട് മുഖം തിരിച്ചതോടെ. സംവിധായകൻ അലി അക്ബറിനും നടൻ ഭീമൻ രഘുവിനും കേന്ദ്ര സമിതിയുടെ കോൾ ഷീറ്റ്. വിദ്യാർത്ഥികൾക്ക് പിന്തുണ. ഹൈദരാബാദ് സർവകലാശാല വിഷയത്തിൽ കലങ്ങിമറിഞ്ഞ് തെലങ്കാന നിയമസഭ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സഭയിൽ പ്രതിപക്ഷ ബഹളം. 51 വിദ്യാർത്ഥികൾക്കെതിരായ സസ്പെൻഷൻ പിൻവലിക്കാൻ സംസ്ഥാനം കേന്ദ്രത്തോട് ശുപാർശ ചെയ്യണമെന്നും ആവശ്യം. അതേസമയം സർവകലാശാലയിലേത് ദളിത് വിഷയമല്ലെന്ന് തെലങ്കാന സർക്കാർ. രോഹിത് വെമുല ദളിതനല്ലെന്നും ആരോപണം. ക്യാമ്പസിൽ പോലീസിനെ പ്രകോപിപ്പിച്ചത് വിദ്യാർത്ഥികൾ. സുരക്ഷാ സേന ക്യാമ്പസിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്തതെന്നും വിശദീകരണം. തുറന്നു പറഞ്ഞ് ഹെഡ്ലി. ദേശീയ അന്വേഷണ ഏജൻസിക്കെതിരെ വിമർശനവുമായി മുംബൈ ഭീകരാക്രമണ കേസിലെ മാപ്പ് സാക്ഷി ഡേവിഡ് ഹെഡ്ലി. NIA രേഖപ്പെടുത്തിയ മൊഴികളിൽ പൊരുത്തക്കേടുകളെന്ന് ആരോപണം. മൊഴി തയ്യാറാക്കിയ ശേഷം വായിച്ചു കേൾപ്പിച്ചില്ലെന്നും 4ാം ദിവസത്തെ എതിർവിസ്താരത്തിൽ ഹെഡ്ലി. ഗുജറാത്തിലെ വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഇസ്രത് ജഹാൻ ലഷ്കർ ഭീകരവാദി എന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. വെളിപ്പെടുത്തലിനു പിന്നിൽ സമ്മർദ്ദങ്ങളില്ല. ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ മുസാമിൽ ഭട്ടിനെ തനിക്ക് പരിചയപ്പെടുത്തിയത് ലഷ്കർ തലവൻ സക്കീവുർ റഹ്മാൻ ലഖ്വി എന്നും വെളിപ്പെടുത്തൽ. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2630 രൂപ, പവൻ 21,040 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.